ചോദ്യം നമ്പർ 13. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം മല്ലിക. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം മല്ലിക. ചോദ്യം നമ്പർ 14. കാര്യം. മിഷണറി ഗദ്യം ആധുനിക ഗദ്യത്തിന്റെ മാതൃകയായി കണക്കാക്കാം. കാരണം എ. വാമൊഴിയോട് ചേർന്നു പോകുന്ന വരമൊഴിയുടെ പ്രതിപാദനം. ബി. പറയുന്നതിന്റെ ഭംഗിയേക്കാൾ കാവ്യത്തിന്റെ വ്യക്തതയിലും കൃത്യതയിലുമുള്ള ശ്രദ്ധ. സി. വൈദേശിക ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. ഉത്തരം കാര്യം ശരി, കാരണം എയും ബിയും ശരി. കാര്യം ശരി, കാരണം എയും ബിയും ശരി. കാര്യം. മിഷണറി ഗദ്യം ആധുനിക ഗദ്യത്തിന്റെ മാതൃകയായി കണക്കാക്കാം. കാരണങ്ങൾ: 1. വാമൊഴിയോട് ചേർന്നു പോകുന്ന വരമൊഴിയുടെ പ്രതിപാദനം. പറയുന്നതിന്റെ ഭംഗിയേക്കാൾ കാവ്യത്തിന്റെ വ്യക്തതയിലും കൃത്യതയിലുമുള്ള ശ്രദ്ധ. ചോദ്യം നമ്പർ 15. ശരിയായ കാലക്രമം ഏത്? ശരിയായ കാലക്രമത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം. ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം. ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം. ചോദ്യം നമ്പർ 16. ചേരുംപടി ചേർക്കുക. പട്ടിക 1. എ. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു. ബി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. സി. മലയാളം നിഘണ്ടു. ഡി. ലത്തീൻ നിഘണ്ടു. പട്ടിക 2. റിച്ചാർഡ് കോളിൻസ്, വാലന്റിനി മാൻഫ്രതി, ബെഞ്ചമിൻ ബെയ്ലി, അർണോസ് പാതിരി, റോബർട്ട് ഡ്രമണ്ട്. ശരിയായ ഉത്തരം എ 4, ബി 3, സി 1, ഡി 2. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, അർണോസ് പാതിരി. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, അർണോസ് പാതിരി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലി. മലയാളം നിഘണ്ടു, റിച്ചാർഡ് കോളിൻസ്. മലയാളം നിഘണ്ടു, റിച്ചാർഡ് കോളിൻസ്. ലത്തീൻ നിഘണ്ടു, വാലന്റിനി മാൻഫ്രതി. അപ്പോൾ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു അർണോസ് പാതിരി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം നിഘണ്ടു റിച്ചാർഡ് കോളിൻസ്, ലത്തീൻ നിഘണ്ടു വാലന്റിനി മാൻഫ്രതി.